കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ആത്മീക വളർച്ച എന്നാൽ എന്താണ്? ആത്മാവിൽ വളരുക എന്നാണ് ആത്മീക വളർച്ചയുടെ അർത്ഥം. ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. ആ ലഭിച്ച ആത്മാവിൽ നമ്മൾ ശക്തിപ്പെടുകയും നമ്മൾ വളരുകയും ചെയ്യുമ്പോൾ ആ അനുഭവത്തിൻ്റെ പേരാണ് ആത്മീക വളർച്ച എന്നുള്ളത്. നമുക്ക് പുറമേ ഒരു മനുഷ്യനുണ്ട്, അതിനേക്കാൾ ശക്തനായൊരു മനുഷ്യൻ അകത്തുണ്ട്. ഈ പുറമേയുള്ള മനുഷ്യനെയാണ് നാം ഏറെ ശ്രദ്ധിക്കുന്നത്. അതിനെ മോടിയോടുകൂടെ മനോഹരമായി ഒരുക്കി ആരോഗ്യത്തോടെ കൂടെ കൊണ്ടു നടക്കുവാൻ നമ്മൾ ഏറെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി അകത്തെ മനുഷ്യനെക്കുറിച്ച് നാം ചിന്തിക്കാറുണ്ടോ? അകത്തെ മനുഷ്യൻ നമ്മളിൽ വളരുന്നുണ്ടോ? അകത്തെ മനുഷ്യൻ്റെ വളർച്ചയാണ് ആത്മീക വളർച്ച. അതുപോലെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ദൈവരാജ്യമുണ്ട്, പുറമേ ഒരു ലോകത്തിൻ്റെ രാജ്യവുമുണ്ട്. ഈ ലോകത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് നാം ഏറെ ശ്രദ്ധിക്കുന്നത്. പ്രത്യേകിച്ച് പ്രതിസന്ധിയുടെ ഈ കാലഘട്ടങ്ങളിൽ ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളേറെ ചർച്ച ചെയ്യുന്നതും ഏറെ ചിന്തിക്കുന്നതും ആ കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഏറെ ബന്ധപ്പെടുന്നതും. പക്ഷെ അകത്തൊരു ദൈവരാജ്യം സ്ഥാപിതമായിട്ടുണ്ട്. ഉള്ളിൽ ദൈവരാജ്യം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് നാം ചിന്തിക്കാറുണ്ടോ? ദൈവരാജ്യ അനുഭവം നമ്മളിൽ വർദ്ധിച്ച് വരുന്നുണ്ടോ? അപ്പം ഇതാണ് ഒരു ആത്മീക വളർച്ച എന്ന് പറഞ്ഞാൽ, ആത്മാവിലുള്ള വളർച്ച, അകത്തെ മനുഷ്യൻ്റെ വളർച്ച, ദൈവരാജ്യത്തിൻ്റെ വളർച്ച. ഈ വളർച്ചയാണ് ഈ പരിശുദ്ധമായ ധ്യാനത്തിൻ്റെ മുഖ്യമായ ഉദ്ദേശ്യം. മറ്റെല്ലാ ചിന്തകളും വെടിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, അവിടെ എന്നിൽ ശക്തിപ്പെടണമേ, എന്നിൽ വളരണമേ എന്ന ഒരാഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മളെ ഏറ്റവും അധികമായി ബാധിക്കണം. ഈ പുറമേ കാണുന്ന ലോകമൊക്കെ അഴിഞ്ഞു പോകും. പുറമേ കാണുന്ന ലോകത്തിൻ്റെ ചിന്തകളും ഇല്ലാതായിത്തീരും. പ്രതിഭാസങ്ങൾ മാറിപ്പോകും. നിത്യമായ രാജ്യത്തിൻ്റെ പ്രജകളായിരിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ ദൈവരാജ്യം ഈ ഭൂമി വെച്ച് തന്നെ അനുഭവിച്ച് തുടങ്ങണം. അതിൻ്റെ പൂർത്തീകരണമാണ് നിത്യതയിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന ദൈവരാജ്യം. ആ ആത്മീക ചിന്തകളാൽ നിറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്ന വേദഭാഗം വിശുദ്ധനായ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ നിങ്ങളെ വിട്ട് പിരിയുകയാണ്, അത് നല്ലതാണ്. ഞാൻ പോയാൽ പിതാവിനോട് ചോദിക്കും, ആ പിതാവ് നിങ്ങൾക്ക് മറ്റൊരു കാര്യസ്ഥനെ അയച്ചു തരും. ആ കാര്യസ്ഥൻ്റെ പേരാണ് സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ. അപ്പം യേശു ഈ ലോകം വിട്ട് പോയപ്പോൾ തൻ്റെ മക്കളായി നമുക്ക് തന്ന ഏറ്റവും വലിയ ദാനമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് വിശുദ്ധ മാമോദീസായിലൂടെ നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് വന്നിരിക്കും. ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള ബോധ്യമാണ് ആത്മീക വളർച്ചയുടെ അടിത്തറ. അവിടെയാണ് ആത്മീക ജീവിതം കെട്ടിപ്പടുത്തേണ്ടത്. ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള ബോധം ഈ വചനം കേൾക്കുന്നവരിലുണ്ടോ? ഒരിക്കൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ളൊരു ക്ലാസ് കഴിഞ്ഞപ്പം ഒരമ്മച്ചി എന്നോട് ഒരു സംശയം ചോദിച്ചു. ആ സംശയം ഇതായിരുന്നു, അച്ഛാ, പണ്ടൊക്കെ പരിശുദ്ധാത്മാവ് എനിക്കുണ്ടായിരുന്നു. കാരണം അന്നൊക്കെ ധാരാളം വചനം വായിക്കാനും പ്രാർത്ഥിക്കാനുമൊക്കെ ഒരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ താല്പര്യമെല്ലാം കെട്ടുപോയിരിക്കും. അപ്പം അമ്മച്ചിയുടെ ബോധ്യം ഇതാണ്, പരിശുദ്ധാത്മാവ് അമ്മച്ചിയെ വിട്ട് പോയെന്നാണ്. ഒരിക്കൽ എന്നിൽ വന്ന പരിശുദ്ധാത്മാവ് എന്നെ വിട്ട് പോയി എന്ന സങ്കടം. ഞാൻ പറഞ്ഞു, വചനത്തിൽ അങ്ങനെ പറയുന്നില്ല. പഴയ നിയമകാലത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ദൈവം തൻ്റെ അഭിഷിക്തന്മാർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുമെങ്കിലും
അവരെന്ന് ദൈവകൃപയിൽ നിന്നും അനുസരണത്തിൽ നിന്നും ആത്മീക ജീവിതത്തിൽ നിന്നും വിട്ടുമാറുന്നുവോ അന്ന് കൊടുത്ത ആത്മാവിനെ തിരികെ എടുക്കുമായിരുന്നു. അങ്ങനെ ശൗൽ രാജാവിൽ നിന്ന് ദൈവാത്മാവിനെ തിരികെ എടുത്തത്. ദാവീദ് പാപം ചെയ്തു കഴിഞ്ഞ് ദൈവത്തോട് നിലവിളിച്ചു, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കല്ലേ. അതങ്ങനെയായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. ഞാൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എത്ര നാളിരിക്കാനാ? എന്നേക്കും, അവസാനം വരെ, പൂർണ്ണമായി രക്ഷിക്കുന്നത് വരെ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ നമ്മൾ ഇരിക്കാൻ വേണ്ടി വന്നവനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വിട്ടു പോകുന്നില്ല. കൊരിന്തിലെ ക്രിസ്ത്യാനികൾ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായിരുന്നു. പക്ഷെ എന്നിട്ടും പലരും പാപം ചെയ്യുന്നവരായിരുന്നു. എന്നിട്ടും പരിശുദ്ധാത്മാവരെ വിട്ടു പോയില്ല. അവരുടെ പൗലോസ്ലീഹ പറയുന്നൊരു വചനമുണ്ട്, 1 കൊരിന്ത്യർ 3:16. 1 കൊരിന്ത്യർ 3:16 പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ശാസിക്കുകയായിരുന്നു. അവരെ ശാസിക്കുകയെ അറിയത്തില്ലേ? നിങ്ങൾ ദൈവത്തിൻ്റെ പള്ളിയാണെന്നറിയത്തില്ലേ? നിങ്ങളാകുന്ന പള്ളിക്കുള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടെന്ന് അറിയത്തില്ലേ? എന്നിട്ടും നിങ്ങൾ എന്തിനാ പാപം ചെയ്യുന്നത്? നിങ്ങൾക്കെങ്ങനെ പാപം ചെയ്യാൻ കഴിയും എന്നാണ് പൗലോസ്ലീഹായുടെ ചോദ്യം. പാപം ചെയ്തിട്ടും ദൈവാത്മാ അവരെ വിട്ട് പോയില്ല. പിന്നെന്താ സംഭവിക്കുന്നത്? ഉള്ളിൽ ദൈവാത്മാവ് സങ്കടപ്പെടുന്നുണ്ട്. അനേകം ക്രിസ്ത്യാനികളിലും ദൈവത്തിൻ്റെ ആത്മാവിരുന്ന് സങ്കടപ്പെടുന്നുണ്ട്. എഫേസ്യ ലേഖനം 4:30 പൗലോസ് എഴുതുകയാണ്, എഫേസ്യർ 4:30, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിൻ്റെ മുദ്ര വീണിരിക്കുന്നത്. വീണ്ടെടുപ്പിൻ്റെ മുദ്രയാണ്, രക്ഷയുടെ മുദ്രയാകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വീണിരിക്കുന്നു, നിങ്ങൾ വന്നിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിനെ ആരും സങ്കടപ്പെടുത്തരുത്, ആരും വിഷമിപ്പിക്കരുത്. അവിടെയാണ് ഞാൻ പറഞ്ഞ ഇതാണ് ചാരം മൂടിയ കണൽക്കട്ടയെക്കുറിച്ച് ഈ അമ്മച്ചിയോട് പറഞ്ഞു. ചാരം മൂടിക്കിടക്കുന്ന കണൽക്കട്ടയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. രാവിലെ അമ്മച്ചി കഞ്ഞി വെക്കാനായിട്ട് അടുപ്പിലേക്ക് ചെന്നിട്ട് പഴയ ചാരമൊക്കെ കൈകൊണ്ട് വാരി ചട്ടിയിലേക്ക് ഇടുമ്പം അമ്മച്ചി വിചാരിച്ചെല്ലാം ചാരം മാത്രമായിരിക്കും എന്ന് വിചാരിച്ച് വാരിയിട്ടപ്പോൾ ഏറ്റവും അടിയിലേക്ക് കൈയിട്ട് വാരിയപ്പോൾ കൈ പൊള്ളി. എന്താണ് കാരണം? കെടാതെ ഒരു കണൽക്കട്ട അടി കിടപ്പുണ്ട്, ഒരു തീക്കട്ട കിടപ്പുണ്ട്. അതുപോലെയായിരിക്കും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ട്. പരിശുദ്ധാത്മാവുണ്ട്, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ മുകളിൽ ലോകത്തിൻ്റെ ചിന്തകളാകുന്ന ചാരം കയറിക്കിടക്കുന്നത് കൊണ്ട് ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് അറിയത്തില്ല. നമുക്കും അറിയത്തില്ല, കാണുന്നവർക്ക് ഒട്ടും അറിയത്തുമില്ല. നമ്മളെ കാണുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രമാണ് നമുക്ക് തന്നെ അറിയാൻ വയ്യ ഉണ്ടെന്ന്. കാരണം എന്താണ്? ലോകത്തിൻ്റെ ചാരം കയറി കിടക്കുക. ലോക ചിന്തകൾ നമ്മളെ ബാധിച്ചിരിക്കും. ലോകത്തിൻ്റെ വിചാരങ്ങൾക്ക് ഒന്നാം സ്ഥാനം. ലോകത്തിൻ്റെ തിന്മകളിലേക്ക് നാം വീണുപോയിരിക്കും. ഇവിടെയാണ് ആ ചാരം മാറണമെങ്കിൽ ഊതി കത്തിക്കണം. ഈ കണൽക്കട്ട ഊതി കത്തിക്കണം, തീ കത്തണം, തീ ജ്വലിക്കണം. നമ്മിൽ പരിശുദ്ധാത്മാവ് വളരണം. പരിശുദ്ധാത്മാവ് നമ്മിൽ വളരുമ്പോൾ ദൈവരാജ്യം വളരും, അകത്തെ മനുഷ്യനും വളരും. ദൈവരാജ്യം വളരും ഉള്ളിൽ. ദൈവരാജ്യം വളർന്നാൽ പിന്നെ അനന്ത സന്തോഷമാണ്. ലോകത്തിൻ്റെ നിരാശകളൊന്നും ബാധിക്കത്തില്ല. ലോകത്തിന് പുറമേയുള്ള വേദനകളും നമ്മുടെ ഉള്ളിലേക്ക് വ്യാപരിക്കത്തില്ല. ഉള്ളിൽ നിറയുന്ന മഹാസന്തോഷം അനുഭവിപ്പാൻ കഴിയും. ആ വലിയ അനുഭവം തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ട്. ഇനി പരിശുദ്ധാത്മാവിൽ നമ്മൾ വളരണം. ആത്മാവിൽ വളരുന്നതിന് 3 ഘട്ടമുണ്ട്, 3 പടിയുണ്ട്. ഒന്നാമത്തെ പടിയുടെ പേരാണ് ആത്മാവിൻ്റെ ശക്തി എന്ന്. ആത്മാവിൻ്റെ വളർച്ചയുടെ ഒന്നാമത്തെ പടിയാണ് ആത്മാവിൽ ശക്തിപ്പെടുക എന്നുള്ളത്. രണ്ടാമത്തെ പടിയാണ് ആത്മാവിൽ നിറയുക എന്നുള്ളത്. മൂന്നാമത്തെ പടിയാണ് ആത്മാവിൻ്റെ ഫലം കായ്ക്കുക എന്നുള്ളത്. ഇത് 3 ക്രിസ്തീയ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ആത്മാവിൻ്റെ ശക്തി,
2 ആത്മാവിൻ്റെ നിറവ്, 3 ആത്മാവിൻ്റെ ഫലം. ഇതിൽ ആത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ആത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് അവിടെ പറയും. അപ്പോസ്തല പ്രവൃത്തികൾ 1:8, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദിയായിലും സമറിയായിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. എന്തിനാ ശക്തി കിട്ടേണ്ടത്? ദൈവം എന്തിനാ നമുക്ക് ശക്തി തരുന്നത്? ദൈവശക്തി തരുന്നത് സാക്ഷികളാകാൻ. സാക്ഷികളാകാൻ താല്പര്യമില്ലാത്തവർക്ക് ദൈവം ശക്തി തരത്തുമില്ല. ഒരലങ്കാരമായ ദൈവം തരുന്നതല്ല പരിശുദ്ധാത്മ, പിന്നെ ദൗത്യ നിർവഹണത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ജോലി ഈ ഭൂമിയിൽ നിർവഹിക്കുവാൻ ദൈവം തൻ്റെ മക്കൾ കൊടുക്കുന്ന ശക്തിയാണ്, ഉയരത്തിൻ്റെ ശക്തിയാണ് പരിശുദ്ധാത്മാ. ആ ദൗത്യം നിർവഹിപ്പാൻ ജീവിതം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തയ്യാറായിട്ടുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് ദൈവം കൊടുക്കുന്നതാണ് പരിശുദ്ധാത്മാ. അല്ലാത്തവരുടെ പരിശുദ്ധാത്മാ ക്രമേണ അത് അണഞ്ഞു പോകും, ക്രമേണ ശക്തിയില്ലാതായിത്തീരും. അവിടെയാണ് കർത്താവ് പറയുന്നത്, പരിശുദ്ധാത്മാ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി കിട്ടും. എന്തിനെ ശക്തി കിട്ടുന്നത്? പോയി യെരൂശലേമിലും യഹൂദിയായിൽ എല്ലായിടത്തും സമറിയായിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകാൻ. ആത്മാവിൻ്റെ ശക്തി പ്രാപിക്കണം. യേശു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച വ്യക്തിയാണ്. യേശുവിന് വളർച്ചയെക്കുറിച്ച് വിശുദ്ധനായ ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യത്തിൽ വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് 2:40, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, പിന്നെ അവൻ ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു പോന്നു. പൈതൽ വളർന്നെന്ന് പറഞ്ഞാൽ ഈ ശാരീരിക വളർച്ചയെക്കുറിച്ചാണ്. ജ്ഞാനം നിറയുന്നത് ഒരു ബുദ്ധിയുടെ, മനസ്സിൻ്റെ, ദേഹിയുടെ വളർച്ചയെക്കുറിച്ചാണ്. മൂന്നാമത്തെ വളർച്ച പ്രധാനപ്പെട്ട എന്താണ്? ആത്മാവിൽ വളരുന്നുണ്ടോ? ശരീരം വളരുന്നുണ്ട്, മനസ്സ് വളരുന്നുണ്ട്, ബുദ്ധി വളരുന്നുണ്ട്, പക്ഷേ ആത്മാവ് വളരുന്നുണ്ടോ? യേശു അങ്ങനെ വളർന്ന ആളാണ്. യേശു അങ്ങനെ വളർന്നെങ്കിൽ നമുക്കും ആത്മാവിൻ്റെ വളർച്ച ആവശ്യമാണ്, ആത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. പത്രോസ്ലീഹ പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിച്ചപ്പം നമുക്ക് പത്രോസ്ലീഹയെ അറിയാം. പത്രോസ്ലീഹ ഒരു ബലഹീനനായ മനുഷ്യനാണ്. വാസ്തവത്തിൽ നല്ല ആഗ്രഹങ്ങളൊക്കെ ഉള്ളിലുണ്ടെങ്കിലും എന്താണ്, യഥാർത്ഥത്തിൽ അദ്ദേഹം ബലഹീനനായിരുന്നു. ആരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ലെന്ന് പറഞ്ഞത് പത്രോസാ. വെറുതെ പറഞ്ഞല്ല, അത്ര ആഗ്രഹമാണ്. എൻ്റെ കർത്താവേ, ആരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ലെന്ന് പറഞ്ഞത് അത്ര ആത്മാർത്ഥതയോടെയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞിട്ട. എന്നിട്ടും അദ്ദേഹം ഭയന്ന് യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞു. 3 വട്ടം തള്ളിപ്പറഞ്ഞു. അതാ ബലഹീനനായ മനുഷ്യൻ. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. പുറമെ വലിയ വിശ്വാസമൊക്കെ പറയും, വിശ്വാസമൊക്കെ പ്രകടിപ്പിക്കും. യഥാർത്ഥ ജീവിതത്തിൻ്റെ വേദനകൾ വരുമ്പോൾ, യഥാർത്ഥ ജീവിതത്തിൻ്റെ ഭീഷണികൾ വരുമ്പോൾ പത്രോസിനെ പോലെ തളർന്നു പോകും. ഏലിയാവിനെ പോലെ ചൂരച്ചെടി തണലിൽ തടന്നു കിടന്നിട്ട് പറയും, മതി യഹോവേ, എനിക്ക് ജീവിച്ചതൊക്കെ മതി, ഞാൻ ആരെക്കാളും നല്ലവനൊന്നുമല്ല, അങ്ങ് എടുത്തോണേ എന്ന് പറയും. അതാ നമ്മുടെയൊക്കെ ഒരു അവസ്ഥ. അതാ ബലഹീനതയെന്ന് പറഞ്ഞാൽ. മനുഷ്യജീവിതത്തിൻ്റെ മുഖമുദ്രയാണ് ബലഹീനത. പലപ്പോഴും വിശുദ്ധി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമെങ്കിലും പലപ്പോഴും പാപം ചെയ്യും. തെറ്റു പറയരുതെന്ന് ആഗ്രഹിക്കുമെങ്കിലും കള്ളം പറയും. തിന്മകളെ പിന്നെയും പിന്നെയും വീണു പോകും. എന്താ കാരണം? നാം ബലഹീനരാണ്. അങ്ങനെ ബലഹീനനായ പത്രോസാണ് ആ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് പ്രസംഗിച്ചു. എന്താണ്? നിങ്ങൾ ക്രൂശിച്ചവനായ യേശു ക്രിസ്തുവിനെ ദൈവം നിങ്ങളുടെ ന്യായാധിപനാക്കി വെച്ചെന്ന് ഇസ്രായേൽ ഗൃഹം മുഴുവൻ അറിഞ്ഞുകൊള്ളട്ടെ. എന്തൊരു തീഷ്ണതയാണ്! അന്ന് നമുക്കും ആ പെന്തക്കോസ്ത് നാളിൽ ആ സിഹിയോൻ മാളികയിലൊന്ന് കൂടാൻ പറ്റിയിരുന്നെങ്കിൽ, പത്രോസിൻ്റെ തീഷ്ണമായ പ്രസംഗമൊന്ന് കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അന്ന് പകർന്ന ആത്മാവിൻ്റെ ഒരു ചെറിയ പങ്കെങ്കിലും ഒന്ന് പകർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം ഉള്ളിലുണ്ട്. അത്ര തീഷ്ണതയേറിയ പ്രസംഗം കേട്ടപ്പോൾ
3000 പേര് ഹൃദയത്തിൽ കുത്തുകൊണ്ട് മാനസാന്തരപ്പെട്ട് വിശുദ്ധ മാമോദീസ സ്വീകരിച്ച് സഭയുടെ അംഗങ്ങളായി തീർന്നെങ്കിൽ പത്രോസിൽ വ്യാപരിച്ചത് ആത്മാവിൻ്റെ ശക്തിയാണ്. അപ്പോൾ ആത്മാവിനെ ഉള്ളിൽ കിട്ടിയാൽ മാത്രം പോരാ, എന്തു ചെയ്യണം? ശക്തിപ്പെടണം. എങ്ങനെയാണ് ഈ ശക്തിപ്പെടേണ്ടത്? ശക്തി എങ്ങനെയാണ് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചോദിക്കുകയാണ് വേണ്ടത്. ശക്തി പ്രാപിക്കേണ്ട ദൈവത്തോട് ചോദിക്കണം. പിന്നെ ശക്തിപ്പെടുത്തണമേ ദൈവത്തോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കണം. റോമാലേഖനം 7-ാം അധ്യായം മനുഷ്യൻ്റെ ബലഹീനതയെക്കുറിച്ച് പഠിപ്പിക്കുന്ന അധ്യായമാണ്. റോമർ 7-ന്റെ 18-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയും, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയും. നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പ്രവർത്തിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, പിന്നെ ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നു. അതാ മനുഷ്യൻ. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വായിച്ചത്. അങ്ങനെ ഒടുവിൽ പൗലോസ്ലീഹ നിലവിളിക്കുകയാണ്. 24-ാം വാക്ക് നിലവിളിച്ച്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും എന്ന് പറയാൻ കാരണം, പുരാതന റോമൻ സാമ്രാജ്യത്തിൽ കുറ്റവാളികളെ കൊല്ലുന്ന ഒരു രീതിയുണ്ട്. കുറ്റവാളികളെ ശവശരീരത്തോട് ചേർത്ത് ബന്ധിക്കും. എന്നിട്ട് എവിടെയും കൊണ്ടാൽ കിട്ടേക്കും. വെള്ളം കിട്ടാതെ, ആഹാരം കിട്ടാതെ, ആ മരണത്തിൻ്റെ ആ സമയം വരെ ഈ ശവശരീരത്തിന് ദുർഗന്ധം സഹിച്ചുകൊണ്ട് ആ കുറ്റവാളി കിടന്ന് നരകിച്ചു മരിക്കും. അതാണ് ഏറ്റവും കഠിനമായ മരണം. പൗലോസ്ലീഹ പറയണം, എൻ്റെ കർത്താവേ, നിൻ്റെ വിട്ട് ഞാൻ പാപം ചെയ്തപ്പോൾ, നിന്നിൽ നിന്ന് അകന്ന് ഞാൻ പാപം ചെയ്തപ്പോൾ ഞാനൊരു ശവശരീരത്തോട് ചേർത്ത് കെട്ടപ്പെട്ടവനെ പോലെയാ. ആ ശവശരീര ദുർഗന്ധം എന്നിൽ നിന്ന് വമിക്കുന്നുണ്ട്. ഈ മരണത്തിന് അധീനമായ ഡെഡ് ബോഡിയിൽ നിന്ന്, ഈ മരണത്തിന് അധീനപ്പെട്ട ഈ ശവശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? മനുഷ്യൻ്റെ നിലവിളിയാണ്, എന്നെ ആര് വിടുവിക്കും? ഇനി കഴിയുന്നില്ല എന്ന് നിലവിളിക്കും. അങ്ങനെ നിലവിളിക്കുകയാണ് പൗലോസ്ലീഹ. അങ്ങനെ നിലവിളിച്ച് ഒടുവിൽ പൗലോസ്ലീഹ ഉത്തരം കണ്ടെത്തുന്ന അധ്യായമാണ് റോമർ 8. റോമാലേഖനം 8 ഉത്തരമാണ്. 7 ഒരു ചോദ്യമാണെങ്കിൽ 8 ഉത്തരമാണ്. എന്താണ് ഉത്തരം? റോമാലേഖനം 8-ാം അധ്യായം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല. പിന്നെ വായിക്കുന്നത്, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം തന്നിരിക്കും. ബലഹീനായ മനുഷ്യൻ 8-ാം അധ്യായം പറയുകയാണ്, ഞാൻ സ്വതന്ത്രനായി. ആരാ സ്വതന്ത്രനാക്കിയത്? ജീവൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്നെ സ്വതന്ത്രനാക്കി. നമ്മുടെ പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് വിടുവിക്കാൻ, തിന്മപ്പെട്ട മോഹങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ, പാപജീവിതത്തിൽ നിന്ന് വിടുവിക്കുവാൻ നമ്മിലേക്കൊരാൾ വന്നിട്ടുണ്ട്. ആരാ വന്നത്? പരിശുദ്ധാത്മാവ്. ആ ആളിനോട് അഭ്യർത്ഥിച്ചാൽ ആൾ നമുക്ക് ശക്തി തരും. ശക്തി നമ്മളെ അതിൽ നിന്നൊക്കെ വിടുവിക്കും. ഒരു വീട്ടിൽ കറണ്ട് പല ഇലക്ട്രിക് ബൾബുകളും ഒക്കെ കേടായി ഫീസായിരിക്കുക. ഈ ട്യൂബൊന്നും മാറ്റിയിടാൻ അവിടുത്തെ വീട്ടിലെ അമ്മച്ചിക്ക് അറിയത്തില്ല. അപ്പം അമ്മച്ചി ആകെ ഭാരപ്പെട്ടിരിക്കുക. പല ഇലക്ട്രിക് അവിടെയാണ് ഫാൻ കേടായി കിടക്കുന്നു, ട്യൂബ് കേടായി കിടക്കുന്നു. ഇതൊന്നും മാറ്റിയിടാനോ റിപ്പയർ ചെയ്യാനോ ആരും ഇല്ല. അപ്പോഴാണ് ആ വീട്ടിൽ അമ്മച്ചിയുടെ ഒരു ദൂരെ അകന്നൊരു ബന്ധു ആ വീട്ടിലേക്ക് വന്നു. ഇവൻ നല്ലൊരു ഇലക്ട്രീഷ്യനാണ്. ഇവനോട് പറഞ്ഞാൽ മതി, ഇവനതെല്ലാം മാറ്റി എല്ലാം ശരിയായി കൊടുക്കും. പക്ഷെ അമ്മച്ചിക്ക് മനസ്സില്ല. അവൻ അവിടെ നിൽക്കുമ്പം തന്നെ അമ്മച്ചി ഒരു മേശ എടുത്തിട്ട് അതിന് മേളിൽ സ്റ്റൂളൊക്കെ എടുത്തിട്ട് കയറുകയാണെന്നാണ് ഈ ട്യൂബ് തിരിക്കാൻ, ഫാൻ ശരിയാക്കാനൊക്കെ കയറുകയാണ് അമ്മച്ചി. അവൾ ഇവൻ ചിന്തിക്കുന്നറിയാം, അയ്യോ ഒരു വാക്ക് എന്നോട് ഈ അമ്മച്ചി പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് ചെയ്യത്തില്ലായിരുന്നോ? ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. പാപത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ നിലവിളിക്കുമ്പോൾ, നമ്മൾ ഭാരപ്പെടുമ്പോൾ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവ് പറയുക, അയ്യോ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വ്യക്തിയെ സഹായിക്കത്തില്ലേ, ഞാൻ ഈ വ്യക്തിയെ ശക്തിപ്പെടുത്തത്തില്ലേ, ഞാൻ ഈ വ്യക്തിയുടെ കൂടെ നിൽക്കത്തില്ലായിരുന്നോ? കൂടെ നിൽക്കാൻ വന്നിട്ടുണ്ട് ഒരാൾ. ആരാ? പരിശുദ്ധാത്മാവ്. നമ്മൾ എന്ത് ചെയ്യണം? പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ സഹായിക്കണമേ, എനിക്ക് ശക്തിയില്ല, നിനക്ക് കഴിയും,
എൻ്റെ ജീവിതത്തിൽ എന്നെ വിശുദ്ധി നിർത്തണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ബലപ്പെടുത്തണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് അപേക്ഷിച്ചാൽ പരിശുദ്ധാത്മാവ് നമുക്കത് തരും. എല്ലാത്തിലും സഹായിക്കാൻ വന്ന ആളാണ് പരിശുദ്ധാത്മാവ്. ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ ന്യായാധിപ സംഘത്തെ കൊണ്ട് നിർത്തും. അപ്പോൾ എന്തു പറയണമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പോകുമൊന്നും വേണ്ട. പറയേണ്ടത് ആര് തരും? പരിശുദ്ധാത്മാ നിങ്ങളുടെ വായി വെച്ച് തരും. പറയേണ്ട കാര്യം പരിശുദ്ധാത്മാ നിങ്ങളെ കൊണ്ട് പറയിച്ചോളും. നിങ്ങളങ്ങ് പോയച്ചാൽ മതി. ക്രിസ്തീയ ജീവിതം എന്താ? ആത്മാവിലുള്ള ജീവിതമാണ്. ഇത് ആത്മാവ് നടത്തുന്ന ജീവിതമാണ്. ആത്മാവിൻ്റെ ശക്തിയാലുള്ള ജീവിതമാണ്. നിരാശപ്പെടരുത്. കൂടെ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം കൂടെ വായിക്കാം. റോമർ 8-ന്റെ 26-ാം വാക്യം. അവണ്ണം തന്നെ ആത്മാവ് താനും നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. അടുത്ത വാക്യം കൂടെ. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ലല്ലോ. അടുത്ത വാക്യം കൂടെ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. അവിടെ പറയണ ഔവണ്ണം തന്നെ ആത്മാവ് താനും നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. നമ്മൾ കളിയാക്കത്തില്ല, നമ്മൾ ആക്ഷേപിക്കത്തില്ല, കുറ്റപ്പെടുത്തതുമില്ല. നമ്മൾ ബലഹീനരാന്ന് പരിശുദ്ധാത്മാവിന് അറിയാം. അപ്പോൾ ആര് ബലം തരും? നമ്മൾ യാചിച്ചാൽ ആര് തരും? നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. ബലഹീനതയ്ക്ക് ശക്തി തരും. പിന്നെ ഒരു കാര്യം പൗലോസ് പറയാം, വേണ്ടും വണ്ണം പ്രാർത്ഥിക്കാൻ പോലും നമുക്കറിയത്തില്ലല്ലോ. എന്താ പ്രാർത്ഥിക്കേണ്ട പോലും നമുക്കറിയത്തില്ലല്ലോ. ആത്മാവ് താനും ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. പ്രാർത്ഥനയ്ക്കാൻ ഒരു സ്ഥലത്ത് ആയിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. പ്രാർത്ഥനയുടെ ഒരു ശക്തിയുമില്ല. അവൾ പറയുകയാണ്, പരിശുദ്ധാത്മാവേ, എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. എന്ത് പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയത്തില്ല. നീ തന്നെ എൻ്റെ ഉള്ളിലിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞാൽ മതി. അവിടുന്ന് തന്നെ എൻ്റെ ഉള്ളിലിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയുന്നു, അവിടെയാണ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമ്മൾ ഉള്ളിലിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. നീ ചിലക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചില പേരുകൾ തരുന്നു. ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളെ ഓർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. ആരില്ലെങ്കിൽ? പരിശുദ്ധാത്മാവില്ലെങ്കിൽ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശക്തി ഒന്നേ ഉള്ളൂ. ആരാ? പരിശുദ്ധ. ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ലെന്ന്. ശിഷ്യന്മാർ നിരാശപ്പെട്ട് യേശു പോകുമ്പം യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. അവർ വിചാരിച്ച് യേശു പോയി കഴിഞ്ഞ് ഞങ്ങൾക്കാരാ എല്ലാം പറഞ്ഞു തരുന്നത്, ഞങ്ങൾക്കാരാ ശക്തി തരുന്നത്, ഞങ്ങൾക്കാരാ അപ്പം തരുന്നത്, ഞങ്ങൾക്കാരാ വചനം തരുന്നത്. യേശു പറയാം, ഞാൻ പോകുന്നത് നല്ലത്. പോയാൽ കാര്യസ്ഥൻ വരും. ഇനി നമ്മുടെ കൂടെ ദൈവമുണ്ട്. ആരാ? പരിശുദ്ധാത്മാവ്. തിരിച്ചറിയണം. നമ്മളെപ്പോഴും യാചിക്കണം, പരിശുദ്ധാത്മാവേ, എനിക്ക് പള്ളിയിലോട്ട് പോവുക, നടക്കാൻ വയ്യ, ഒന്ന് ബലപ്പെടുത്തണേ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ ഇരിക്കുകയാണ്, പ്രാർത്ഥനയുടെ ഒരു മൂടെനിക്കില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ ശക്തി തരണേ. തിരുവചനം പഠിക്കാനായിട്ടിരിക്കുക, വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല, പരിശുദ്ധാത്മാവെ വ്യാഖ്യാനിച്ചു തരണമേ. പരിശുദ്ധാത്മാവെ, ആഴമായ സങ്കടം എൻ്റെ ഉള്ളിലുണ്ട്, നീയല്ലേ ആശ്വാസപ്രദൻ, നിൻ്റെ ആശ്വാസം തരണേ. ഞാൻ വീട്ടിലേക്ക് ചെല്ലുകയാണ്, ആ വീട് വളരെ ദുഃഖത്തിൽ നിറഞ്ഞ വീടാണ്, എന്നെ ഒരു വാക്കുകൊണ്ട് പോലും ആശ്വാസം കൊടുക്കാൻ പ്രാപ്തിയില്ല. നിൻ്റെ വചനത്തിൻ്റെ ആശ്വാസം കൊടുക്കണമേ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പവർ ഒന്നേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആത്മാവിൻ്റെ ശക്തി പ്രാപിക്കണം. അതിനെന്താ വേണ്ടത്? ചോദിക്കണം. ഓരോ നിമിഷവും ചോദിച്ചുകൊണ്ടിരിക്കണം. നീ ശക്തിപ്പെടുത്തണമേ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം. രണ്ടാമതായി, പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ കൃപയാണ് ആത്മാവിൻ്റെ നിറം. പരിശുദ്ധാത്മാവിൻ്റെ നിറം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ വേദോത്സവം വായിക്കുക. ആത്മാവിൽ നിറഞ്ഞ സ്ത്രീ പുരുഷന്മാരുടെ ചരിത്രമാണ് ബൈബിൾ. യേശുവിനെക്കുറിച്ച് പറയുന്നു. യേശുവോ, വിശുദ്ധ ലൂക്കോസ് 4-ാം അധ്യായം 1-ാം വാക്യം, യേശുവോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുപോയി. വിശുദ്ധ മാമോദീസ സ്വീകരിച്ചു കഴിഞ്ഞ് യേശു ആത്മാവിൽ നിറഞ്ഞവനായി പോയെന്ന്.
അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചേ, അത് നിറച്ച് ആത്മാവിൽ നിറഞ്ഞ മനുഷ്യരുടെ കഥയാണ്. പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, പൗലോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വിളിച്ചു പറഞ്ഞു. എലിസബേത്ത് കന്യകമറിയത്തെ കണ്ടപ്പോൾ എലിസബേത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വിളിച്ചു പറഞ്ഞു, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. ഇവിടെ വായിക്കുക, ആത്മാവിൽ നിറഞ്ഞ മനുഷ്യരെക്കുറിച്ചാണ് വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കും എന്ത് വേണം? ആത്മാവിൻ്റെ നിറവ് വേണം. ആത്മാവിൻ്റെ നിറവ് ആവശ്യമാണ്. ആത്മനിറവിനെക്കുറിച്ച് പറയുന്നൊരു വാക്യം എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ആത്മാവിൻ്റെ നിറവിനെക്കുറിച്ച് പറയുന്നു. അത് തുടങ്ങുന്ന ഇങ്ങനെയാണ്: വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, എന്തുണ്ടാകും? ദുർനടപ്പുണ്ടാകുമല്ലോ. എഫേസസിൽ ധാരാളം വീഞ്ഞുണ്ടായിരുന്നു, ധാരാളം മുന്തിരിത്തോട്ടങ്ങളുണ്ടായിരുന്നു, വീടുകളൊക്കെ വീഞ്ഞുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ വരുമ്പം കാപ്പി വേണോ ചായ വേണോ ചോദിക്കുന്നത് പോലെ അവിടെ വരുമ്പം അതിഥികളോട് ചോദിക്കുക, എന്താണ് അല്പം വീഞ്ഞെടുക്കേണ്ടതെന്ന് ചോദിക്കുന്നു. അത് സാധാരണമായ കാര്യമായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ട്. എങ്കിലും പൗലോസ്ലീഹ പറയാണ്, വീഞ്ഞു കുടിച്ച് എന്താണ്? മത്തരാകരുത്, എന്തുണ്ടാകും? ദുർനടപ്പുണ്ടാകുമല്ലോ. അത് കഴിഞ്ഞ് പറയാണ്, എന്താ പിന്നെ കുടിക്കേണ്ടത്? നിങ്ങൾ വീഞ്ഞ് കുടിക്കരുത്, പിന്നെ എന്ത് ചെയ്യണം? പുതുവീഞ്ഞാകുന്ന പരിശുദ്ധാത്മാവിനെ കുടിക്കണം. നിങ്ങൾ ലോകത്തിൻ്റെ സ്പിരിറ്റ് കുടിക്കരുത്, പിന്നെ ഹോളി സ്പിരിറ്റ് കുടിക്കണം. ആത്മാവ് നിറഞ്ഞവരായി, ബി ഫിൽ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊണ്ട് ഇരിപ്പീൻ. ആത്മാവിൽ നിറഞ്ഞവരെങ്ങനെ ഇരിക്കും? അതിവിടെ പറയുക. ചിലപ്പോൾ ആത്മാവിൽ നിറഞ്ഞവർ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ നമ്മളെന്തോ പറയും? അവരിങ്ങനെ ബഹളമൊക്കെ വെച്ചുകൊണ്ടിരിക്കും, അല്ലേ? എടുത്ത് ചാടിക്കൊണ്ടിരിക്കും. പിന്നെ ബോധമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയും വല്ലതൊക്കെ പറയുകയും ചെയ്യും. വീട്ടിൽ ഒരു കാര്യവും ചെയ്യത്തില്ല, എപ്പോഴും പ്രാർത്ഥന പറഞ്ഞ് ഇറങ്ങി നടക്കും. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ചിന്ത. അതുകൊണ്ട് നമ്മൾ എന്ന് തീരുമാനിച്ചെന്നറിയാമോ? നമുക്ക് ആത്മനിറവൊന്നും വേണ്ട. പിന്നെന്താണ്? ഇങ്ങനെയൊക്കെ അങ്ങ് പോയച്ചാൽ മതി. നമ്മൾ തീരുമാനിച്ചൊരു കാര്യമാണ്. ഈ വലിയ ആത്മനിറവൊന്നും നമുക്ക് ആവശ്യമില്ല. എന്താണ്? പരാപരം ഇങ്ങനെയൊക്കെ അങ്ങ് പോകണം. അങ്ങനെ പോകാൻ വേണ്ടിയല്ല വിളിക്കപ്പെട്ട നമ്മൾ. ആത്മാവിനെ കർത്താവ് തന്നെങ്കിൽ എന്താണ്? നിറയാൻ വേണ്ടി തന്നത്. അപ്പം യഥാർത്ഥ ആത്മനിറവിൻ്റെ ലക്ഷണം എന്താണെന്ന് ഈ വചനം പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ആത്മനിറവിൻ്റെ ലക്ഷണം? ഒന്ന്, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കും. നമ്മൾ തമ്മിൽ സംസാരിക്കത്തില്ലേ? ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ തമ്മിലൊക്കെ സംസാരിച്ചോ? ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് അധികം സംസാരം കുറഞ്ഞെങ്കിലും നമ്മൾ പൊതുവെ തമ്മിൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. സംസാരിച്ചപ്പോൾ ആരെങ്കിലും സങ്കീർത്തനങ്ങൾ പറഞ്ഞോ? സ്തുതി പറഞ്ഞോ? ആത്മീക ഗീതങ്ങൾ പാടിയോ? നമ്മൾ സംസാരിച്ചപ്പോൾ ആരെങ്കിലും സങ്കീർത്തനം ചൊല്ലിയോ? സ്തുതി പറഞ്ഞോ? ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞോ? ദൈവമേ നിനക്ക് സ്തോത്രം, എൻ്റെ കർത്താവിനെ നടത്തിനക്ക് സ്തോത്രം എന്നൊക്കെ പറഞ്ഞോ? ഒരാത്മീക ഗാനം നമ്മൾ ആലപിച്ചോ? ഒരാത്മീക ഗാനം നമ്മൾ ആലപിച്ചോ? അപ്പോൾ ആത്മാവിൽ നിറഞ്ഞവർ തമ്മിൽ സംസാരിക്കുമ്പോൾ സങ്കീർത്തനം ചൊല്ലും, സ്തുതി ചൊല്ലും, പിന്നെ ആത്മീക ഗീതങ്ങൾ ആലപിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? ഒരമ്മച്ചി വേറൊരമ്മച്ചിയെ കണ്ടപ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പച്ചയായ പുൽപ്പുറങ്ങൾ അവനെ കിടത്തുന്നു എന്നൊക്കെ ചൊല്ലാൻ തുടങ്ങിയപ്പം മറ്റേ അമ്മച്ചി ചോദിച്ചു, എൻ്റെ ചിന്നാമ്മച്ചി നിനക്കെന്തോ പറ്റിയടി? ഇന്നലെ വരെ ഒരു കുഴപ്പം നിനക്കില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു എന്താണ്? ആത്മാവിൽ നിറഞ്ഞവർ സങ്കീർത്തനം ചൊല്ലുമെന്ന് അച്ഛൻ പറഞ്ഞു, അതുകൊണ്ട് ഞാനൊരു സങ്കീർത്തനം ചൊല്ലിയെന്നേ ഉള്ളൂ. അങ്ങനൊന്നുമല്ല. എന്താണ് സങ്കീർത്തനം? ഒരു സങ്കീർത്തനം വായിക്കുമ്പോൾ, സങ്കീർത്തനം കേൾക്കുമ്പോൾ, സങ്കീർത്തനം ധ്യാനിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആശ്വാസം കിട്ടും, സമാധാനം കിട്ടും, പ്രത്യാശ കിട്ടും, പാപത്തെക്കുറിച്ച് ബോധ്യം കിട്ടും, വിശുദ്ധീകരണത്തിൻ്റെ വാഞ്ചയുണ്ടാകും. ഇതാ സങ്കീർത്തനം വായിക്കുമ്പോൾ ഉണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ ആത്മാവിൽ നിറഞ്ഞൊരു വ്യക്തി വേറൊരു വ്യക്തിയോട് ചെന്ന് സംസാരിക്കുമ്പോൾ ആ കേൾക്കുന്ന ആൾക്ക് എന്തോ കിട്ടണം? പ്രത്യാശ കിട്ടണം, സമാധാനം കിട്ടണം, സന്തോഷം കിട്ടണം, പാപബോധം കിട്ടണം. അങ്ങനെയെങ്കിൽ ആ പറയുന്ന വ്യക്തി പറഞ്ഞതെല്ലാം സങ്കീർത്തനം.
ബൈബിളിലെ വാക്യമൊന്നും പറഞ്ഞില്ല. എന്താണ്? ഒരു വേദന നിറഞ്ഞ വീട്ടിൽ ചെന്ന്, ഈ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ട് സഹോദരി, നിനക്ക് തമ്പുരാൻ ആശ്വാസം തരുമെന്നൊക്കെ പറഞ്ഞുള്ളൂ. പക്ഷെ ആ പറഞ്ഞ വാക്കിനകത്ത് ആത്മാവുണ്ടായിരുന്നു. അതാ, ആ പറഞ്ഞ വ്യക്തി ആത്മാവിൽ നിറഞ്ഞവളുമായിരുന്നു. അതുകൊണ്ട് കേട്ടവരിൽ അത് ആത്മാവിൻ്റെ ആശ്വാസമായി പരിണമിച്ചു. നമ്മൾ ഒത്തിരി പ്രസംഗിച്ചിട്ടും ഒത്തിരി ഉപദേശിച്ചിട്ടും ആർക്കൊരു മാറ്റം വരാത്തതിൻ്റെ കാരണം നമ്മൾ പറയുന്ന വെറും അക്ഷരങ്ങളാണ്. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകളായത്. അക്ഷരത്തിൻ്റെ ശുശ്രൂഷ മാറ്റിയിട്ട് എന്തോ വേണം? പിന്നെ ആത്മാവിൻ്റെ ശുശ്രൂഷ വരണം. ആത്മാവിൽ ഒത്തിരി ഒന്നും പറയണ്ട. എന്താണ്? ചെറിയ വാക്കൊക്കെ പറഞ്ഞാൽ മതി. പക്ഷെ കേൾക്കുന്നവർക്ക് എന്താണ്? അത് സമാധാനമാകും, പ്രത്യാശയാകും. പറവിടെയാണ് ആത്മാവിൽ നിറഞ്ഞ ആളുകൾ പറയുന്ന വാക്കുകളെല്ലാം എന്തായിരിക്കും? സങ്കീർത്തനം. വേറൊന്നും വരത്തില്ല വായിന്ന്. വേറെ വാക്കുപോലും വരത്തില്ല. പഴി വരത്തില്ല, നിന്ന വരത്തില്ല, ദുഷിപ്പ് വരത്തില്ല, കപടം വരത്തില്ല. പറയുന്ന വാക്കുകളൊക്കെ സങ്കീർത്തനങ്ങളാകും, സ്തുതികളാകും, ആത്മീക ഗീതങ്ങളായി തമ്മിൽ സംസാരിക്കും. പിന്നെ ഹൃദയത്തിൽ കർത്താവിന് പാടി കീർത്തനം ചെയ്യും. അപ്പോൾ ആത്മാവിൽ നിറഞ്ഞവരുടെ രണ്ടാമത്തെ ലക്ഷണം എന്തറിയാമോ? ഹൃദയത്തിൽ കർത്താവിന് പാടും. പാട്ട് വരുന്നത് എവിടുന്നാ? വായിന്നാണോ? വായിന്നല്ല പാട്ട് വരേണ്ട. പിന്നെ എവിടുന്നാണ്? ഹൃദയത്തിൽ നിന്ന്. ഹൃദയത്തിൽ നിന്ന് വരുന്ന പാട്ട് വായിക്കൂടെ വന്നോട്ടെ, വരണമെന്ന് നിർബന്ധം തോന്നില്ല കേട്ടോ. ഹൃദയത്തിൽ നിന്ന് വരുന്ന പാട്ട് വായിക്കൂടെ വന്നോട്ടെ, പക്ഷേ ഹൃദയത്തിലെ പാട്ട് നിലച്ചു പോകരുത്. വായിൽ പാട്ടില്ലെങ്കിലും ഹൃദയത്തിൽ എന്തോ ഉണ്ടാകണം? പാട്ട്. എന്താ പാട്ട്? ആനന്ദമാണ്. പാട്ടൊരാനന്ദമാണ്. ഹൃദയത്തിനകത്ത് ആനന്ദം നിറയണം. പുറമെ എന്തെല്ലാം ബാധിച്ചോട്ടെ, ലോകം കീഴ്മേൽ മറിഞ്ഞാലും എനിക്കില്ലോർഭയം, തിരമാറി ഞലച്ചാലും യേശുവൻ സങ്കേതം. പാടുമേ ജയഗീതം ആയുസീ നാളെല്ലാം, യേശുവീ മഹാസ്നേഹം എന്നുടെ നിത്യാനന്ദം. ലോകം കീഴ്മേൽ മറിഞ്ഞാലും എനിക്കില്ല ഭയം, തിരമറിഞ്ഞലച്ചാലും യേശുവൻ സങ്കേതം. പാടുമേ ജയഗീതം ആയുസ്സിൽ നാളെല്ലാം. ആരാ ഈ പാട്ട് കൊടുത്തെന്നറിയാമോ? ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കൊരു പാട്ട് തന്നിട്ടുണ്ട്. ആ പാട്ടിനെ തകർക്കുവാൻ ഈ ലോകത്തിൻ്റെ വേദനകൾക്കോ ലോകത്തിലെ രോഗങ്ങൾക്കോ ഒരു സങ്കടങ്ങൾക്കോ സാധ്യമല്ല. അതാ ഉള്ളിലെ പാട്ട്. ഉള്ളിലെ പാട്ടൊക്കെ നിറഞ്ഞു കവിയുക. ഹൃദയത്തിൽ കർത്താവിന് പാടും, കീർത്തനം ചെയ്യും. പിന്നെ ഒടുവിലെന്താണ്? എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്യും. നന്മ വരുമ്പം മാത്രമല്ല സ്തോത്രം, വലിയ ദാനങ്ങൾ കിട്ടുമ്പോൾ മാത്രമല്ല സ്തോത്രം. ജീവിതത്തിൽ ഏത് സങ്കടം വന്നാലും രോഗം വന്നാലും നമ്മളെന്തോ പറയും? സ്തോത്രം. ദൈവത്തിന് സ്തോത്രം എന്ന് പറയും. അത് ആത്മനിറവിൻ്റെ ലക്ഷണമാണ്. ഒരു സങ്കടങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ജീവിതങ്ങളാ ആത്മനിറവുള്ള ക്രിസ്ത്യാനി. ഒരു തോൽവികൾക്കും തകർക്കാൻ കഴിയാത്ത ജീവിതങ്ങളാ ആത്മാവിൽ നിറഞ്ഞ ദൈവമക്കൾ. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ജയത്തിൻ്റെ ആത്മാവുണ്ട്. ജയത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തി വ്യാപരിക്കുന്ന ജീവിതങ്ങളിൽ എന്തുണ്ട്? ദൈവരാജ്യം, ദൈവശക്തിയുണ്ട്. ഈ ആത്മനിറവിൻ്റെ ലക്ഷണം എന്താണ്? ആ ഒന്നാമത്തെ ലക്ഷണമാണ് സങ്കീർത്തനം പറയും എന്ന് പറയുന്നതാണ്. പറയുന്ന വാക്കുകളൊക്കെ സങ്കീർത്തനം. ആർക്കും വേദനയാകത്തില്ലത്. കേൾക്കുന്നവർക്കെല്ലാം ആശ്വാസമാണ്, സമാധാനമാണ്. 2, ഹൃദയത്തിൽ പാടും. ഹൃദയത്തിൽ പാട്ട് കിടക്കുക, ഹൃദയത്തിൽ പാട്ട് കിടക്കുക. 3, എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം. അതാണ് ആത്മനിറവെങ്കിൽ നമുക്ക് ആത്മനിറവ് വേണ്ടേ? ഇതല്ലേ യഥാർത്ഥ ക്രിസ്തീയത? ഇതല്ലേ ദൈവരാജ്യത്തിൻ്റെ ജീവിതം? ഈ ആത്മനിറവിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. ഒന്ന്, ആത്മാവിൻ്റെ ശക്തി കിട്ടണമെങ്കിൽ അനുനിമിഷം ചോദിച്ചുകൊണ്ടിരിക്കണം, ദൈവം പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണേ. ഒരു ഇൻ്റർവ്യൂവിന് പോവുക, എനിക്ക് പറയാനൊന്നും അറിയത്തില്ല, പറയാൻ ശക്തി തരണേ.
എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ പ്രാപ്തി തരണേ. ഒരു പാചകം ചെയ്യുക, ആ കറി ഏറ്റവും മനോഹരമാക്കാൻ കൂടിയിരിക്കണേ. എന്താ പരിശുദ്ധാത്മ അതിലൊന്നും ഇല്ലെന്നാണോ വിചാരം? ബെസലേൽ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ ബെസലേൽ സമാഗമന കൂടാരം പണിത ആശാരിയ. ബെസലേലിന് മുമ്പ് വല്ലതും പണിതിട്ടുണ്ട്, ഒരു കൊരണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ സമാഗമന കൂടാരം പണിയുവാൻ ബെസലേലിന് ജ്ഞാനം കൊടുത്തത് ആരാന്നറിയാമോ? പരിശുദ്ധാത്മാവാ. എല്ലാത്തിനും ശക്തി തരാൻ വേണ്ടി വന്ന ആളാ പരിശുദ്ധാത്മാവ്. ശക്തി തരും. രണ്ടാമതായിട്ട് നിറയ്ക്കും. ഈ നിറവുണ്ടാകണമെങ്കിൽ യേശു പറഞ്ഞ 3 വചനങ്ങളിലേക്ക് നമ്മളൊന്ന് വരണം. പരിശുദ്ധാത്മ നിറവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒന്നാമതായി യേശു പറഞ്ഞു, വിശുദ്ധ ലൂക്കോസ് 11-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. വിശുദ്ധ ലൂക്കോസ് 11:11. നിങ്ങളിൽ ഒരപ്പനോട് മകൻ, അപ്പാ എനിക്ക് അപ്പം തരണമെന്ന് പറഞ്ഞ് നിങ്ങൾ കല്ല് കൊടുക്കുമോ? മീൻ തരണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പാമ്പിനെ കൊടുക്കുമോ? മുട്ട തരണമെന്ന് പറഞ്ഞ് ആരെങ്കിലും തേളിനെ കൊടുക്കുമോ? ദോഷികളായ നിങ്ങൾ, ഈ ഭൂമിയിലെ അപ്പന്മാർ, നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എന്ത് കൊടുക്കുമെന്ന്? പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ഈ ഭൂമിയിലെ അപ്പന്മാർ അവരുടെ മക്കൾക്ക് ഏറ്റവും നല്ല ദാനമാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലൊരു അപ്പനുണ്ട്. ആ അപ്പൻ എന്താണ്? നമുക്ക് ഏറ്റവും നല്ല ദാനത്തെ, തന്നോട് യാചിക്കുന്നവർക്ക് ഏറ്റവും നല്ല ദാനത്തെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ആ ദാനത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് ഈ നല്ല ദാനമൊന്നും വേണ്ടല്ലോ. നമുക്ക് വില കുറഞ്ഞ ദാനങ്ങളൊക്കെ മതി. ലോകത്തിൻ്റെ സമ്പത്തും താൽക്കാലികമായ കുറേ കാര്യങ്ങളൊക്കെ, അതൊക്കെ തമ്പുരാൻ തരും. അതൊക്കെ ചോദിക്കാൻ വചനം പറയുന്നുമുണ്ട്, അല്ലേ? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ കർത്താവിനോട് പറയുക വേണ്ടത്. വേറെ ആരോടും പറയൊന്നും വേണ്ട. ആരോട് പറയണം? കർത്താവിനോടാണ് പറയേണ്ടത്. ചോദിക്കണം. അപ്പം യാചിപ്പി നിങ്ങൾ കിട്ടും. അപ്പം അവിടെയാണ് നമ്മുടെ ആവശ്യം കർത്താവിനോടല്ല, പിന്നെ ആരോടാണ് പറയേണ്ടത്? കർത്താവിനോട് പറയണം. പക്ഷെ അതുമാത്രം മതിയോ? ഉണ്ണാനും ഉടുക്കാനും ഉള്ളത് മാത്രം മതിയോ? യേശുവിനോട് പ്രാർത്ഥിച്ച് ലോകത്തിലെ താൽക്കാലികമായ കുറേ ദാനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകുമ്പം തമ്പുരാന് സങ്കടം, അയ്യോ വില കൂടിയൊരു ദാനം ഇവിടെ ഇരിപ്പുണ്ട്, ഇതെന്താ ഈ മക്കൾ ചോദിക്കാത്തത്? ഇവർ കൊടുക്കാൻ വേണ്ടി വില കൂടിയൊരു വലിയ ദാനം ഇവിടെ ഇരിപ്പുണ്ട്. ആ ദാനം പരിശുദ്ധാത്മാവ, ഇതാർക്കും വേണ്ടേ? അതാ ചോദിക്കേണ്ടത്. അത് ചോദിച്ചാൽ അതിനകത്ത് എല്ലാം ഉണ്ട്. ആ ദാനം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്തറിയാമോ? ലോകത്തിലെ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്, എല്ലാം ഉണ്ട്. അത് വേണം ചോദിക്കാൻ. ചോദിക്കും, വില കൂടിയതേ ചോദിക്കാവും. ആ വില കൂടിയ ദാനമാണ് പരിശുദ്ധ. ചോദിക്കുന്നവർക്ക്, ആർക്കാ? ചോദിക്കുന്നവർക്കേ കൊടുക്കത്തുള്ളൂ. ചുമ്മാതെ വിതരണം ചെയ്യത്തില്ല. ആ ആഴമായ ആഗ്രഹത്തോടെ ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മ നിറവ് തരണമേ എന്ന് പ്രാർത്ഥിക്കാമോ? നിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിട്ടുണ്ട്, അത് പോരാ. എന്താണ്? ഈ ആത്മാവിന് നിറയണമേ എന്നൊരു ആഗ്രഹം നമുക്കുണ്ടോ? ചോദിക്കണം. ഇപ്പം ചോദിക്കണമെന്ന ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമതായി യേശു പറയാണ്, വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിന് 37-ാം വാക്യത്തിൽ യേശു പറയുന്നു, യോഹന്നാൻ 7:37, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എല്ലാവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ഇനി വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. ഇത് തന്നെ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് യേശു പറഞ്ഞത്. ഒരു വലിയ ഉത്സവം നടക്കുകയാണ് അവിടെ യെരുശലേമിൽ. ആ ഉത്സവത്തിൻ്റെ പേര് കൂടാരപ്പെരുന്നാളെന്നാണ്. കൂടാരപ്പെരുന്നാളിൻ്റെ അവസാന ദിവസം ശീലോഹാം കുളത്തിൽ പോയി എല്ലാവരും വെള്ളം കോരും. ഒരു കുടത്തി വെള്ളം കോരും. ആ കുടത്തി വെള്ളവുമായി ദേവാലയത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണമുണ്ട്. അപ്പോൾ അവർ യെശയ്യാ പ്രവാചക പുസ്തകം 12-ാം അധ്യായത്തിലെ പാട്ട് പാടും. ഞങ്ങൾ രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരും എന്നുള്ളൊരു പാട്ട് പാടിക്കൊണ്ടാണ് ഈ പ്രദക്ഷിണം നടത്തുന്നത്. പ്രദക്ഷിണം കഴിഞ്ഞ് ജനസമൂഹത്തോട് യേശു വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവൻ, ആരാ വരേണ്ടത്? ദാഹിക്കുന്നവൻ എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ. ദാഹം ആവശ്യമുള്ളവർ, ദാഹമുള്ളവർ എൻ്റെ അടുത്ത് വരട്ടെ. ഇനി വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും.
നിങ്ങൾ കോരേണ്ട വെള്ളം ശീലോകാംകുളത്തിലെ വെള്ളമല്ല, പിന്നെന്താണ്? ഈ രക്ഷയുടെ ഉറവിൽ നിന്നാണ് കോരേണ്ടത്. യേശുവാകുന്ന ഉറവിൽ നിന്ന് കോരുന്നവർക്ക് പരിശുദ്ധാത്മാവിന് വെള്ളം കിട്ടും. അത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് യേശു പറഞ്ഞത്. ആരാ വരേണ്ടത്? ദാഹിക്കുന്നവൻ. ദാഹത്തോടെ വരണം. ദൈവം ആത്മനിറവ് കൊടുക്കുന്നത് ആർക്കറിയാമോ? ദാഹത്തോടെ ചോദിക്കുന്നവർക്കാണ്. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ കുടിച്ചേക്കാം എന്ന് ചിന്തിക്കുന്നവർക്കൊന്നും വെള്ളം കൊടുക്കത്തില്ല. അങ്ങനെ വെള്ളം കൊടുത്തിട്ട് കാര്യമില്ല. എല്ലാവരും വെള്ളം കുടിക്കാൻ പോയി, എന്നാൽ ഞാനിവിടെ പോയേക്കാം എന്നൊക്കെ നമ്മുടെ ആത്മീയത. എല്ലാവരും മേടിക്കുക, അവർ പോയി, ഇന്നപ്പോൾ ഞാൻ പോയില്ലല്ലോ, കുഴപ്പമുണ്ടായിരിക്കും എന്ന് വിചാരിച്ച് പോയാൽ കുടിക്കുക. എന്താ കുടിച്ചത്? അങ്ങനെ കുടിക്കാൻ വേണ്ടി ഒന്നും യേശു വിളിക്കുന്നില്ല ആരെയും. പിന്നെന്താണ്? മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. മാൻ ഈ കണ്ട വിഷക്കായും വിഷക്കായൊക്കെ തിന്നു കഴിഞ്ഞിട്ട് അതിനുള്ളിലത് മരണമായി തീരുമ്പോൾ, തൻ്റെ വയറിനെ അത് വേദനിപ്പിക്കുമ്പോൾ, ഇനി അല്പം വെള്ളം കുടിച്ച് ചത്തുപോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് മാൻ വെള്ളം തേടി പായുകയാണ്. ആ ഓട്ടം ഉണ്ടല്ലോ, കുടിച്ചില്ല ചത്തുപോകുമെന്നുള്ളൊരു ഓട്ടം. തമ്പുരാനെ, നിൻ്റെ ആത്മാവിനെ തന്നില്ലെങ്കിൽ ഞാൻ ആത്മീയമായി മരിച്ചു പോകും, എനിക്ക് വേണം, എനിക്ക് വേണം എന്ന ആഴമായ ദാഹത്തോട് ആര് ചോദിക്കുന്നുവോ അവർക്ക് കർത്താവ് പറയും, ഒരു ഗ്ലാസ് വെള്ളമല്ല, ഒരു കുടം വെള്ളമല്ല, പിന്നെന്താണ്? ഒരു നദി തരാം. അതൊരു നദിയാണ്, തീരാത്ത നദി, വറ്റിപ്പോകാത്ത നദി, ആത്മനദിയാണ്. ഒരു നദി തരാം. അതായി നിറവെന്ന് പറഞ്ഞ നദി അങ്ങ് നിറഞ്ഞു കവിയുന്നതല്ലേ. കുടം വെള്ളമൊക്കെ തീരും, ഗ്ലാസ്സിലെ വെള്ളം കുടിച്ചാൽ തീരും. ഈ നദി തീരത്തൊന്നുമില്ല, തീരാത്ത നദി, വറ്റിപ്പോകാത്ത നദിയുടെ പരിശുദ്ധാത്മ കൃപ തരും. ആഴമായ ആഗ്രഹത്തോടെ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മിലേക്ക് തമ്പുരാൻ തരുന്ന ഒരാഴമായ കൃപയാണ് ആത്മനിറവ്. മൂന്നാമതൊരു വാക്യം കൂടെ ചിന്തിക്കാം. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 47-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. എസെക്കിയേൽ പ്രവചനം നമുക്ക് സുപരിചിതമായൊരു പ്രവചനമാണ്. എസെക്കിയേൽ പ്രവാചകന് യഹോവയാൻ ദൈവം നൽകുന്ന ഒരു ദർശനമാണ്. ദേവാലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനത്തു നിന്ന് അല്പം വെള്ളം ഒലിച്ചിറങ്ങുന്നത് ഞാൻ കണ്ടു. എന്നെ തമ്പുരാൻ അതിൽ കൂടെ നടത്തി. എസെക്കിയേൽ പ്രവാചകൻ എഴുതുകയാണ്, എന്നെ നടത്തുമാറാക്കി. വെള്ളം പൊങ്ങി, എൻ്റെ നരിയാണിയോളം പൊങ്ങി, കാലിൻ്റെ കുഴ വരെ വെള്ളം പൊങ്ങി. പിന്നെയും വെള്ളം പൊങ്ങി, എൻ്റെ മുട്ടറ്റം വെള്ളം പൊങ്ങി. പിന്നെയും വെള്ളം പൊങ്ങി, എൻ്റെ അരയറ്റം വെള്ളം പൊങ്ങി. ഒടുവിലോ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാദാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന്. ഇത് ആത്മനിറവിൻ്റെ വ്യത്യസ്ത നിലകളാണ്. പരിശുദ്ധ മാമോദീസായുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളെല്ലാവരും പ്രാപിച്ചെങ്കിലും ഇന്ന് അനേകരിലും അന്ന് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ഇത് അനേകരിലും അന്ന് ലഭിച്ച പരിശുദ്ധാത്മാവിന് വെള്ളം വാറ്റി തുടങ്ങിയിരിക്കുക. ഇന്ന് ചില ആളുകളിൽ ആത്മാവിൻ്റെ വെള്ളം ഇപ്പം നരിയാണിയോളം വെള്ളമുണ്ട്, കാലിൻ്റെ കുഴ വരെയൊക്കെ വെള്ളമുണ്ട്. അവർ വിചാരിക്കറിയാമോ, ഇത്രയൊക്കെ ആത്മീയത മതി. നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെ ചിന്തിക്കുക, വലിയ ആത്മീയതയ്ക്കൊന്നും ആരും പോകരുത്. എന്താണ് ഇത്രയൊക്കെ ആത്മീയത? എന്താണ് ആത്മീയത? ഞായറാഴ്ച പള്ളിയിൽ പോകണം, ഉള്ള ചില്ലറ നേർച്ചപ്പെട്ടി ഇടണം, മാസവരി കൃത്യമായിട്ട് കൊടുത്തേക്കണം, പിന്നെ പൊതുയോഗത്തിലൊക്കെ ഇരുന്ന് വല്ലതൊക്കെ വിളിച്ച് പറയണം, ചത്ത് കഴിഞ്ഞ് കുഴിച്ചിടാൻ ഒരു കല്ലറ ബുക്ക് ചെയ്തേക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ആത്മീയത. അതിനപ്പുറത്തേക്കൊന്നും പോകണ്ട. അത് വല്ല ആത്മീയതയാണോ? അതിനപ്പുറത്ത് പിന്നെയുമില്ലേ മുട്ടറ്റം വെള്ളമില്ലേ? മുട്ടറ്റം വെള്ളമുള്ളവൻ പറയുകയാണ്, ഏതായാലും പ്രാർത്ഥനായോഗങ്ങളിലൊക്കെ ഞാൻ സംബന്ധിക്കുന്ന ആളാണ്, ഏതായാലും നരിയാണിയേക്കാളൊക്കെ ഭേദമാണ്, അവൻ സമാധാനിക്കുന്നുണ്ട്.
അതുമല്ലടോ ആത്മീയത. പിന്നെ അരയറ്റം വെള്ളമില്ലേ? അതുമല്ല ആത്മീയത. എന്താ പറയുക, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്തൊരു നദിയുണ്ട്. ഈ നരിയാണിയോളം വെള്ളത്തിലും മുട്ടറ്റം വെള്ളത്തിലും അരയറ്റം വെള്ളത്തിലുമൊക്കെ നടക്കുന്നവൻ അവനങ്ങ് നടക്കുക. എനിക്ക് അങ്ങോട്ട് പോകണം, ഞാൻ അങ്ങോട്ട് പോകും. എനിക്ക് ഇങ്ങോട്ട് പോകണം, ഞാൻ ഇങ്ങോട്ട് പോകും. ദൈവം നടത്തുവല്ല, പിന്നെന്താണ്? ഞാൻ നടക്കുക. വെള്ളം കൂടുന്തോറും ഓളങ്ങൾ എന്നെ കുറേയൊക്കെ തള്ളുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ സ്വന്തം വഴിക്കങ്ങ് നടക്കുക. പക്ഷേ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഴിയാത്ത നദിയിൽ ഞാൻ നടക്കാൻ നോക്കിയിട്ട് നടക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ കാലങ്ങ് പൊങ്ങിപ്പോയി. പിന്നെ എന്ത് ചെയ്തറിയാമോ? ഞാൻ ആ വെള്ളത്തിന് മേളിൽ കിടന്നു കൊടുത്തു. ഓളങ്ങൾ എന്നെ എടുത്തുകൊണ്ട് ഓളങ്ങൾ ഒഴുകുന്നിടത്തേക്ക് എന്നെ കൊണ്ടുപോയി. ആത്മാവ് അവനിഷ്ടമുള്ളിടത്തേക്ക് എന്നെ കൊണ്ടുപോയി. എൻ്റെ ഇഷ്ടമല്ല, പിന്നെന്താണ്? ആത്മാവിൻ്റെ ഇഷ്ടം. അതാണ് ആത്മനിറവെന്ന് പറഞ്ഞാൽ. സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് ആത്മാവിൻ്റെ പരിപൂർണ ഇഷ്ടത്തിന് ജീവിതത്തെ വിധേയപ്പെടുത്തുന്ന കൃപയുടെ പേരാണ് ആത്മനിറവ്. ഈ നിറവ് തമ്പുരാൻ നമുക്ക് തരികയാണ്. സ്വന്തം ഇഷ്ടത്തോടെ നടന്നിട്ട് വല്ലതുമൊക്കെ ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ അത് ആത്മീയ ജീവിതമൊന്നും അല്ല, നമ്മുടെ സ്വന്തം ജീവിതമാണ്. പക്ഷെ ആത്മാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ അതാണ് ആത്മനിറവിൻ്റെ ജീവിതം. നിക്കോദിമോസിനോട് യേശു പറഞ്ഞു, ആത്മാവിൽ നിറഞ്ഞവൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ നിന്നോട് പറയാം. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതും. അതെവിടുന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നിനക്കറിയത്തില്ല. ഒരു ശബ്ദം മാത്രം നീ കേൾക്കും. ഇതുപോലാണ് ആത്മാവിൽ നിറഞ്ഞവൻ്റെ അവസ്ഥ. ഒരു അപ്പൂപ്പൻ താടി പോലെ നിന്ന് കൊടുത്തേച്ചാൽ മതി. ആത്മാവ് നിന്നെ, കാറ്റ് നിന്നെ എടുത്ത് ഇഷ്ടമിടത്തേക്ക് കൊണ്ടുപോകും. ആത്മാവിൽ നിറഞ്ഞവൻ ദൈവഹിതത്തിന് മുമ്പിൽ നിന്ന് കൊടുക്കണം. ആത്മാവ് അവനെടുത്തുകൊണ്ട് ആത്മാവ് ആഗ്രഹിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകും. ഇതാണ് ആത്മനിറവിൻ്റെ ജീവിതം. ഈ ജീവിതമാണ് തമ്പുരാൻ നമുക്ക് തരുന്നത്. ഒരാത്മനിറവിൻ്റെ ജീവിതം ഏറ്റവും മനോഹരമാണ്, ആനന്ദത്തിൻ്റേതാണ്, ദൈവകൃപയുടേതാണ്. അതാ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അത് തരണമെങ്കിൽ ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? ആഴമായ ദാഹത്തോടെ. ഉള്ള മുട്ടറ്റം വെള്ളത്തിലും അരയറ്റം വെള്ളം തൃപ്തിപ്പെടരുതാരും, തൃപ്തിപ്പെടരുത്. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത നദി പോലെ ആത്മാവെ എന്നിൽ പെരുകണമേ എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ളവരെക്കുറിച്ച് യേശു പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളത്. അപ്പോൾ ആരാണ് ഈ ആത്മാവിൽ ദരിദ്രർ? നമ്മുടെയൊക്കെ ചെന്ന പള്ളിയില്ല, പട്ടക്കാരനില്ല, അവൻ പ്രാർത്ഥനയില്ല, ആരാണ് ആത്മാവിൽ ദരിദ്രൻ എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. അതൊന്നുമല്ല, അവൻ ആത്മാവ് ദരിദ്രനൊന്നുമല്ല. ആത്മാവുള്ളവൻ ആത്മാവ് ദരിദ്രൻ. എത്ര ആത്മാവിനെ കൊടുത്താലും അവൻ പിന്നെയും ചോദിക്കും, ഇച്ചിവിടെ തരാമോ? ഇവനെ കൊടുത്തു മടുത്ത്. കാരണം ഇവൻ വന്നത് പിന്നെയും നിൽക്കുകയാണ്. ആത്മാവിനെ പിന്നെയും വാരിക്കൊടുത്തിട്ടും പിന്നെയും ചോദിക്കും, ഇച്ചിവിടെ തരാമോ? എത്ര ആത്മാവിനെ കൊടുത്താലും പോരാ 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 എന്ന് പറഞ്ഞ് പിന്നെ യാചിക്കുന്ന ദരിദ്രൻ, യാചകൻ. ഇവനെന്നും യാചകനാണ്, ചോദിച്ചുകൊണ്ടിരിക്കും, മതി, പോരാ പോരാ കർത്താവ്, ഇനിയും തരണേ. കർത്താവ് ചോദിക്കുന്നവർക്ക് എത്ര അധികം കൊടുക്കുമെന്നാണ്. ആത്മാവിന് വേണ്ടി പിന്നെയും യാചിക്കുന്നവൻ്റെ പേരാണ് ആത്മാവ് ദരിദ്രൻ. യേശു പറയാം, നിനക്ക് സ്വർഗരാജ്യം ഞാൻ തരുന്നെന്ന് യേശു പറയുക. ഇതിനു വേണ്ടി ചോദിക്കാം നമുക്ക്, ആത്മാവിനെ കൂടുതലായി തരണമേ. മൂന്നാമത് ആത്മാവിൻ്റെ നിറവിനെക്കുറിച്ച്, ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈ ആത്മീക വളർച്ചയുടെ ഏറ്റവും അവസാനത്തെ കാര്യമാണ് ആത്മാവിൻ്റെ ഫലം. അപ്പോൾ ഒന്ന്, നമ്മൾ ആത്മാവിൽ ശക്തിപ്പെടണം, ശക്തി. രണ്ടാമത് നിറയണം. മൂന്നാമത് ആത്മാവിൻ്റെ ഫലം കായ്ക്കണം. ഫലമുണ്ടോ എന്നാണ് ദൈവം തിരയുന്നത്. ഫലമുണ്ടോ എന്നുള്ളത് ദൈവം തിരയുന്നു. കർത്താവിൻ്റെ വരവിങ്കിൽ ഫലമുള്ള ജീവിതങ്ങളായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ബൈബിൾ ഭാഗം ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യമാണ്. ഗലാത്യർ 5:22. അവിടെ എന്ത് പറയുന്നു? ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. 9 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ആത്മാവിൻ്റെ ഫലങ്ങളെന്നല്ല, പിന്നെ ആത്മാവിൻ്റെ ഫലമോ എന്നാ പറയും. ആത്മാവിൻ്റെ ഫലമെന്ന സൺഡേ സ്കൂൾ ക്ലാസ് എടുക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചറിനെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അന്ന് ടീച്ചർ വന്നപ്പോൾ ടീച്ചറിൻ്റെ കയ്യിൽ വലിയൊരു ഓറഞ്ചും ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾക്കെല്ലാം ഇന്ന് ഓറഞ്ച് തരാൻ വേണ്ടിയാണ് ടീച്ചർ വന്നത്. അപ്പോൾ ടീച്ചർ ക്ലാസ് തുടങ്ങി
ആത്മാവിൻ്റെ ഫലമെന്ന പാഠമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഈ പാഠം പഠിപ്പിക്കുമ്പോൾ ടീച്ചറോ ഈ ഓറഞ്ച് പൊളിച്ചു. ആത്മാവിൻ്റെ ഫലം 9 കാര്യങ്ങളുണ്ടെങ്കിലും അത് 9ഉം ചേർന്ന് ഒരൊറ്റ ഫലമാണ്. അത് ഓറഞ്ച് പോലെയാണ്. ഓറഞ്ച് പുറമേ ഒറ്റ പഴമാണെങ്കിലും നിങ്ങളത് പൊളിക്കുമ്പോൾ അതിനകത്ത് 9 അല്ലികളുണ്ട്. 9 അല്ലികൾ നിറഞ്ഞൊരൊറ്റ പഴമാണ് ആത്മാവിൻ്റെ ഫലം. ഒറ്റ ഫലമാണത്. അപ്പോൾ ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്ന ഒറ്റ ഫലമാണ്. ഒരു ദിവസം സ്നേഹമുണ്ടായി, പിന്നെ 1 മാസം കഴിഞ്ഞ് സമാധാനം കിട്ടി, ഒടുവിൽ ചാകാൻ നേരെ ഇന്ദ്രിയജയം കിട്ടി. അങ്ങനെയൊന്നും അല്ല. ഇത് ഒരുമിച്ച് അങ്ങ് ഉണ്ടാവുക. പക്ഷെ വളരും തോറും എന്താണ്, അതിൻ്റെ ശക്തി കൂടിക്കൂടി വരുമെന്നും മാത്രം. ആത്മാവിൻ്റെ ഫലം ഉണ്ടാകുന്ന ഒരുമിച്ചുണ്ടാവുകയാണ്. അത് വളരും തോറും അതിൻ്റെ ശക്തി കൂടിക്കൂടി വരുമെന്ന് മാത്രം. അത് പഴുത്ത് പാകമായി വരുമെന്ന് മാത്രം. ഇതാണ് ആത്മാവിൻ്റെ ഫലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ആത്മാവിൻ്റെ ഫലമുള്ളവരാകാനാണ് നമ്മളെ വിളിച്ചത്. നമ്മളിലുണ്ടാകേണ്ട ഫലമാണ് ആത്മാവിൻ്റെ ഫലം. ഒരു മാവ് നിന്നുകൊണ്ട് വിളിച്ചു പറയണം, ഞാനൊരു മാവാണ്. അതുപോലെ ഒരു പ്ലാവ് നിന്നുകൊണ്ട് വിളിച്ചു പറയാം, ഞാനൊരു പ്ലാവാണ്. നമ്മൾ സമ്മതിക്കുമോ? പ്ലാവാണ് എന്തോ വേണം? ചക്ക ഉണ്ടാകണം. മാവാണ് എന്തോ ഉണ്ടാകണം? മാങ്ങ വേണം. മാങ്ങ കായ്ക്കാത്ത മരങ്ങളൊന്നും മാവല്ല. ചക്ക കായ്ക്കാത്ത മരങ്ങളൊന്നും പ്ലാവല്ല. അതുപോലെ ഇലയുള്ള ഏതോ ഒരു മരം എന്ന് വിചാരിച്ചാൽ മതി. അതുപോലെ എന്താണ്, ആത്മാവിൻ്റെ ഫലം കായ്ക്കാത്ത ജീവിതങ്ങളൊന്നും ക്രിസ്ത്യാനിയായിട്ടുമില്ല. വലിയ പേരെടുത്ത ക്രിസ്ത്യാനിയൊക്കെ ആയിരിക്കാം, പക്ഷേ എന്താണ്, ആത്മാവിൻ്റെ ഫലം കായ്ക്കാത്ത ജീവിതങ്ങളൊന്നും ഇതുവരെ ക്രിസ്തുവിൻ്റേതായിട്ടുമില്ല. ആത്മാവിൻ്റെ ഫലം കായ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഫലമുണ്ടോ എന്ന് തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളൊക്കെ ആരായാലും വെട്ടി തീയിലിട്ട് കളയും. ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളൊക്കെ എത്ര കേമത്തരമുള്ള വൃക്ഷങ്ങളായാലും ഫലമില്ല, വെട്ടി തീയിലിട്ട് കളയും. ആ തമ്പുരാൻ പറഞ്ഞതാ. ഫലം കായ്ക്കാൻ വേണ്ടിയാണ് നമ്മളെ ആക്കി വെച്ചത്. നമ്മൾ ഏറ്റവും അധികമായിട്ട് അറിയേണ്ട കാര്യമാണ്. അവിടെയാണ് ഒരു ഫലം കായ്ക്കുന്ന ജീവിതങ്ങളായി തീരുക എന്നാണ്. എങ്ങനെ ഫലം കായ്ക്കുന്നത്? നമ്മുടെ വീടിന് മുമ്പിൽ തെങ്ങും തൈ ഇന്നുകൊണ്ട് കുഴിച്ചു വെച്ചാൽ നാളെ തേങ്ങ ഒന്നും ഉണ്ടാകത്തില്ല. ഒരു റോസയുടെ കമ്പ് ഇന്നലെ കൊണ്ട് കുഴിച്ചു വെച്ച് ഞാൻ രാവിലെ നോക്കിയെന്ന പൂ ഉണ്ടായോ നോക്കാൻ ചെന്നതാണ്. പൂവൊന്നും ഉണ്ടാകത്തില്ല. എന്തു വേണം? ക്രമീകൃതമായൊരു വളർച്ച വേണം. ഒരു തെങ്ങും തൈക്ക് ക്രമീകൃതമായ വളർച്ച വേണം. റോസാക്കമ്പിൻ്റെ വേരിറങ്ങണം, അത് ക്രമീകൃതമായി വളരണം. അങ്ങനെ വളരുമ്പോഴാണ് അത് പൂവുണ്ടാകുന്നത്. അതുപോലെ ക്രിസ്തീയ ജീവിതത്തിലും മാമോദീസ ഏറ്റതുകൊണ്ട് മാത്രം ഫലമുണ്ടാകണമെന്നില്ല. അതൊരാരംഭം മാത്രമാണ്. അത് കഴിഞ്ഞ് എന്ത് വേണം? വളരണം. ഈ വളർച്ചയുടെ 2 പടികളെക്കുറിച്ച് ആദ്യം പറഞ്ഞില്ലേ? എന്താണ്? ആത്മാവിൻ്റെ ശക്തി, ആത്മാവിൻ്റെ നിറം. ഈ 2 വളർച്ചയുടെ ഘടകങ്ങൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഫലമാണ് എന്താണ്? ആത്മാവിൻ്റെ ഫലം. മാമോദിസയൊക്കെ ഏറ്റവും വലിയ ഗംഭീരം ചടങ്ങൊക്കെ നടത്തി കഴിഞ്ഞിട്ട് പിന്നെ ദൈവമില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, ആരാധനയില്ലാതെ തോന്നി വഴിക്കൊക്കെ നടന്നിട്ട് ആത്മാവിൽ ഫലം കായ്ക്കണമെന്ന് പറഞ്ഞാൽ ഉണ്ടാകത്തില്ല. ഫലം കായ്ക്കണം എന്താണ്? സഭാ ജീവിതത്തിലൂടെ വളരണം. അതിന് കൗദാശിക ജീവിതമുണ്ട്, തിരുവചനമുണ്ട്, ദൈവ പ്രാർത്ഥനയുണ്ട്. ഇതിലൊക്കെ വളരണം. ആത്മാവിൽ ശക്തിപ്പെടണം, വളരണം, നിറയണം. അപ്പോൾ നമ്മിൽ അറിയാതെ ഉണ്ടാകും എന്തുണ്ടായിക്കൊള്ളും? ഫലം ഉണ്ടായിക്കൊള്ളും. ആ ഫലമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു ഫലം നിറഞ്ഞ ജീവിതമാകാൻ ദൈവം നമ്മെ വിളിക്കുക. പരിശുദ്ധമായ നോമ്പിൻ്റെ ഈ നാളുകൾ, ഈ പരിശുദ്ധമായ പെരുന്നാളിൻ്റെ ദിവസം ഒരാത്മീക വളർച്ചയുടെ കാലമാണ്. ആത്മീക വളർച്ചയ്ക്ക് വാസ്തവത്തിൽ ഈ പ്രതിസന്ധിയുടെ കാലം ഏറെ നല്ലതാണ്. ലോകത്തിൻ്റെ ഒന്നും ശാശ്വതമല്ലെന്ന് നമ്മൾ പഠിച്ചിരിക്കും. ഈ ലോകത്തിൻ്റെ ഒന്നും നിലനിൽക്കുന്നല്ല നമ്മൾ പഠിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ദൈവരാജ്യമാണ് അന്വേഷിക്കേണ്ടതെന്നുള്ള നിത്യതയുടെ ബോധം അനേക ഹൃദയങ്ങളെ ഇന്ന് ഭരിച്ചിട്ടുണ്ട്. ആത്മീക വളർച്ചയുടെ ഒരാഗ്രഹം നമുക്കുണ്ടാകട്ടെ. ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് എന്നിലുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളിലുമുണ്ട്. പക്ഷേ ചാരം മൂടിക്കിടക്കുക, അത് വളരുന്നില്ല. അത് കെട്ടുപോകാനിടയാകല്ലേ? പൗലോസപ്പോസ്തലൻ നിലവിളിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ ആരും സങ്കടപ്പെടുത്തരുതേ. ആ മനുഷ്യന് പറയുമ്പോൾ നിങ്ങൾ ആ മുഖത്ത് നോക്കിക്കേ, അത് വെറുതെ പറഞ്ഞതല്ല, അത്ര സങ്കടത്തോടെ പറഞ്ഞത്. ആരും പരിശുദ്ധാത്മാവിനെ സങ്കടപ്പെടുത്തരുതേ. കാരണം വീണ്ടെടുപ്പ് നാടിൻ്റെ മുദ്രയാണ് പരിശുദ്ധാത്മാവ്. വീണ്ടെടുപ്പ് നാടിൻ്റെ അച്ചാരമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വന്നത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ്. എന്നിട്ടും ആരും ഒന്നും ചോദിക്കുന്നില്ല.
ആരഭ്യർത്ഥിക്കുന്നില്ല? അഭ്യർത്ഥിക്കാം. വിശുദ്ധ മാമോദീസായി ചൊല്ലുന്ന രഹസ്യ പ്രാർത്ഥനയുണ്ട്. അഭ്യർത്ഥിക്കുന്നവരിൽ അവൻ ദാസനെ പോലെയല്ല, യജമാനനെ പോലെ വിശുദ്ധത പ്രവർത്തിക്കുന്നവനാണ്. അഭ്യർത്ഥിക്കുമ്പം ഒരു ദാസനായി വന്ന് ജോലി ചെയ്യുന്നവനല്ല, എന്നറിയാമോ, നമ്മുടെ യജമാനനായി മാറും. മാസ്റ്റർ. അവൻ ജീവിതങ്ങളെ ഏറ്റെടുക്കും, കുടുംബങ്ങളെ ഏറ്റെടുക്കും, തലമുറകളെ ഏറ്റെടുക്കും. തമ്പുരാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാവരെയും മക്കളെ ഏൽപ്പിച്ചു കൊടുക്കുക, നമ്മുടെ കുടുംബത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ നടത്തിക്കൊള്ളും. ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ആത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒടുവിൽ അങ്ങനെ ആത്മാവിൻ്റെ ഫലമുള്ളവരായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ അവസരമൊരുക്കി തന്ന പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരോടും ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും നിങ്ങളേവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.